എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. വെറും 3 പേര് വെച്ചിട്ട് സ്ക്രീൻ പ്രസൻസ് എല്ലാവർക്കും നല്ല രീതിക്ക് ഉണ്ടായിരുന്നു. ആക്ടിങ് ഒരു രക്ഷയില്ല. പിന്നെ മമ്മൂട്ടിയുടെ നമ്മൾ ഇപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്നതാണല്ലോ. പിന്നെ മ്യൂസിക് നല്ല രസമുണ്ടായിരുന്നു, പാട്ടുകളെല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് വേറൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. മമ്മൂട്ടിയാണല്ലോ മൊത്തത്തിലുള്ള. പക്ഷേ അർജുൻ അശോകൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഭരതൻ്റെ പേര് മറന്നുപോയി. അടിപൊളിയായിരുന്നു. അടുത്ത കുറിച്ച് പറയാൻ സൂപ്പർ, പോയി കാണണം. എന്താണ് ഇഷ്ടപ്പെട്ടെന്നാണ് പടം കണ്ടിട്ട്? മമ്മൂക്കയുടെ അഭിനയം അടിപൊളിയായിരുന്നു, കണ്ടിരിക്കും നല്ല രസം. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിലല്ലേ കണ്ട, അപ്പൊ അത് എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു, കണ്ടത്തെ ഒരു രീതിയും അതെല്ലാം സൂപ്പറായിരുന്നു. പിന്നെ ഡയറക്ടർ ഭൂതകാലം എടുത്തായിരുന്നല്ലോ, ഭൂതകാലം എടുത്തതിൻ്റെ ആ ഒരു മൂഡിൽ പടം പോയായിരുന്നു. ഒരു കുഴപ്പമില്ല, മമ്മൂട്ടിയുടെ അഭിനയം കൊള്ളാം, അർജുൻ അശോകനും കൊള്ളാം, എല്ലാവരും നല്ലോണം അഭിനയിച്ചത് നല്ല പടമായിരുന്നു. എല്ലാവരുടെയും പെർഫോമൻസ് കൊള്ളാം, പിന്നെ ഓരോ ഫ്രെയിംസും കാര്യങ്ങളൊക്കെ സെറ്റായിട്ട്. അതായത് ഈ റോള് വേറെ ആരും ഇങ്ങനെ എടുത്ത് ചെയ്യാൻ തോന്നില്ല, പുള്ളി കൊണ്ട് മാത്രമേ നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. ഒരു ഡിഫറെന്റ് അപ്രോച്ചാണ് എന്ന് തോന്നുന്നു. ആക്ച്വലി ഇവരെല്ലാം കളിയാക്കണം, ഇവർ ഇഷ്ടപ്പെട്ടില്ല. നല്ല പടം, നല്ല രീതിയിൽ ഫീൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. വിഷയം ഒന്നും പറയാനില്ല. നല്ല അടിപൊളി ഫ്രെയിംസ്, നല്ല സിനിമ, അടിപൊളി ഓക്കെയാണ്, ഒല്ലൊന്നും പറയില്ല, ഓക്കെയാണ്, ജസ്റ്റ് ആവറേജ്. എടുത്ത് പറയാനാണെങ്കിൽ മമ്മൂട്ടിയുടെ ആക്ടിങ് വെച്ചൊക്കെ രക്ഷയില്ല, അതൊരു ആക്ടിങ്ങാണ്. എന്തായാലും പടം എന്തായാലും ഒരു 100 days ഉറപ്പാണ്. പിന്നെ ആദ്യമായിട്ടാണെങ്കിൽ തിയേറ്ററിലൊക്കെ ഒന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം കാണാൻ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ നമുക്ക് പറയേണ്ട ആവശ്യമില്ല, പെർഫോമൻസ് കിടുക്കിയിട്ടുണ്ട്. പിന്നെ അർജുൻ അശോകൻ, സിദ്ധാർത്ഥ് ഭരതൻ എല്ലാം വേറെ ലെവല്. എൻ്റെ ഗ്രാഫിക്സ് ഒക്കെ കിടില്ല, VFX ഒക്കെ സൂപ്പർ, നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. എന്താണ് ഇഷ്ടപ്പെട്ട എന്താണ് പടത്തില്? മമ്മൂട്ടി എല്ലാവരും നന്നായി അഭിനയിച്ചിട്ടുണ്ട്, നല്ല കഥ, പുതിയൊരു വെറൈറ്റി, നല്ല പടം. എന്താണ് ഇഷ്ടപ്പെട്ടതാണ് പടത്തില്? അതെ, അടിപൊളി പടം. എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ല, സൂപ്പർ പടം, അടിപൊളി പടം. എന്താണ് ഇഷ്ടപ്പെട്ട എന്താണ് പടത്തില്? ഉള്ള മേക്കിംഗ് എല്ലാം അടിപൊളിയായിരുന്നു. മമ്മൂക്ക കൊള്ളാം, അതുപോലെ അർജുൻ അശോകൻ, സിദ്ധാർത്ഥം വേറെ ലെവൽ, അടിപൊളി, നല്ല പടം. എന്താണ് ഇഷ്ടപ്പെട്ട എന്താണ് പടത്തില്? എല്ലാ ഇതിലും നല്ല ഇതായിരുന്നു. മമ്മൂക്കയുടെ പെർഫോമൻസ് എങ്ങനെയുണ്ടായിരുന്നു? ഒരു വെറൈറ്റി പെർഫോമൻസ് മലയാള സിനിമയ്ക്ക് ഒരു തോലാണ്. 3 പേരുടെ പെർഫോമൻസ് നല്ലതാണ്, ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. നല്ല മൂവിയായിരുന്നു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് തന്നെ ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല പടം, ആർട്ട് വർക്കെല്ലാം നല്ലതാണ്, മമ്മൂക്കിയുടെ അഭിനയം എല്ലാം നൈസായിരുന്നു, സൂപ്പർ പടം. ഫുൾ മേക്കിങ്ങും അഭിനയം എല്ലാം വളരെ നല്ലതായിരുന്നു. ഫുൾ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഓഫ് കോഴ്സ് കൊള്ളാം, ഒരു വൺ ടൈം വാച്ചബിളാണ്, വേറെ ഒരു ഡിഫറെൻറ്റ് ജോണർ പടമാണ്. സോ കൊള്ളാം, ഇപ്പോൾ എത്ര എൻഗേജിങ് ആയിട്ടുള്ള പടമാണ്. തുറപ്പം തൊട്ട് അവസാനം വരെ നല്ല ത്രില്ലിംഗ് ആയിട്ട് എടുത്തുകൊണ്ട് പോകാം, അത്രയും അഴിഞ്ഞാട്ടം തന്നെയാണ്. ഓഫ് കോഴ്സ്ലി വേറൊരു ഇതുവരെ കാണാത്തൊരു മമ്മൂട്ടിയുടെ ഒരു ജോണർ പടമാണ്. നമ്മൾ ഇതുവരെ കാണാത്തൊരു മമ്മൂട്ടിയാണ് പടത്തിലുള്ളത്. ഇതേപോലെ ഒട്ടും ആർക്കും അങ്ങനെ എന്തു പറയാൻ ബോറടിക്കൂല, അത്ര എൻഗേജിങ് ആണ് പടം. മമ്മൂട്ടിയുടെ നല്ല പെർഫോമൻസ് ആയിരുന്നു. അർജുൻ അശോകനൊക്കെ അടിപൊളിയാണ്, നല്ല പടം. എന്താണ് വേറെ എടുത്ത് പറയാനായിട്ടുള്ളത്? നല്ല പടം, നല്ല സ്ക്രീൻ പ്ലേ, ക്യാരക്ടേഴ്സ് കുറവാണ്, 6 ക്യാരക്ടറേ ഉള്ളൂ. ആ കഥാപാത്രം വെച്ച് നല്ല വർക്ക് എടുത്തിട്ടുണ്ട്, നല്ല പടം. ഇഷ്ടപ്പെട്ടായിരുന്നു? ഒരു എന്താ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അടിപൊളിയായിരുന്നു. നമ്മൾ ഇത്രയും നാളും കണ്ടുകൊണ്ട് നിൽക്കുന്നതിനേക്കാളും വെറൈറ്റി. ഒരു 3 പേരെ വെച്ചിട്ടുള്ള ഒരു സിനിമയല്ലേ, അപ്പൊ അതെങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു, അടിപൊളി, ഒന്നും പറയാനില്ല. കാരണം ഇത്രയും നാൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതിനേക്കാളും ഭയങ്കരമായിട്ട് വെറൈറ്റി ആയിരുന്നു. ആ ഒരു എഫക്റ്റും കാര്യങ്ങളും എല്ലാം